Good morning. Chapter 2, Income Tax Authority, Unit 1. My topic is Central Board of Taxes. It is the highest authority of income tax department. One of the ഏറ്റവും highest authority ആണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ one of the highest authority ആണ് ഇവർ they make rules and regulations and give instructions to ഡിഫറെൻറ്റ് ഇൻകം ടാക്സ് അതോറിറ്റീസിന് എല്ലാം ഇൻകം ടാക്സിന് അതോറിറ്റീസിന് ഇവർ റൂൾസ് ഇവർ മേക്ക് റൂൾസ് ആൻഡ് ഇഷ്യൂസ് instruction and direction to all the income tax authorities, and they have general power and functions of income tax authorities. ഇനി പറയാൻ പോണ following are the general powers of income tax authorities. First one, power regarding discoveries, production of evidence, etc. Gives the power of civil court to the assessing officer in the following matter. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ ഇൻകം ടാക്സ് അതോറിറ്റീസിൻ്റെ പവേഴ്സാണ്. അവർക്ക് എന്തൊക്കെ ടൈപ്പ് പവേഴ്സ് ഉണ്ട്. അപ്പോൾ ആദ്യത്താണ് പവർ റിഗാർഡിങ് ഡിസ്കവറി ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് എവിഡൻസ് എക്സെട്ര. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സിവിൽ കോർട്ട് അസസിങ് ഓഫീസറിന് ഒരു പവർ കൊടുത്തിട്ടുണ്ട്. അസസിങ് ഓഫീസർ അല്ലെങ്കിൽ ദ കമ്മീഷണർ ഓർ ദ പ്രിൻസിപ്പൽ ചീഫ് മിനിസ്റ്റർ ഫോളോയിങ് മാറ്റേഴ്സ് ഡിസ്കവറി ആൻഡ് ഇൻസ്പെക്ഷൻ, ഡിസ്കവർ ചെയ്യാനും ഇൻസ്പെക്ട് ചെയ്യാനും ഡ്യൂറിങ് ടാക്സ്, പിന്നെ എൻഫോഴ്സിങ് ദ അറ്റൻഡൻസ് ഓഫ് എനി പേഴ്സൺ, നടപ്പിലാക്കുക ഏതിലും ആൾക്കാരുടെ അറ്റൻഡൻസ്, ആൻഡ് എക്സാമിനിങ് ഹിം ഓൺ ദ ഓത്ത് ആൻഡ് അയാളെ ഓത്തിൽ എക്സാമിൻ ചെയ്യാൻ. ഇനി കമ്പലിങ് ദ പ്രൊഡക്ഷൻ ഓഫ് ബുക്ക് ഓഫ് അക്കൗണ്ട് ആൻഡ് മേക്കിംഗ് ഹിം ഓൺ ദ പ്രൊഡക്ഷൻ ആൻഡ് അതർ ഡോക്യുമെൻറ്റ്സ്. അപ്പോൾ ഈ മൂന്ന് കാര്യത്തിലാണ് ഫോളോയിങ് മാറ്റേഴ്സിലാണ് സിവിൽ കോഡ് അസസിങ് ഓഫീസറിന് പവർ കൊടുത്തിരിക്കുന്നത്. ഡിസ്കവർ ചെയ്യാൻ, പിന്നെ എൻഫോഴ്സിങ് ദ അറ്റൻഡൻസ് ഓഫ് എനി പേഴ്സൺ ആൻഡ് കമ്പലിങ് ദ പ്രൊഡക്ഷൻ ഓഫ് ബുക്ക് ഓഫ് അക്കൗണ്ട് ആൻഡ് അതർ ഡോക്യുമെൻറ്റ്സ്. ഇനി സെക്കൻഡ് വൺ, പവർ ഓഫ് സെർച്ച് ആൻഡ് says use. The power to order search and says use west is the director general. It cannot be issued in general term without specifying person in the respect whom it was issued. അപ്പോൾ ഇതിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു പവർ സെർച്ച് ചെയ്യാനും പിന്നെ നമ്മൾ ലൈക്ക് ടാക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻകം ടാക്സ് ഓഫീസേഴ്സിന് ഫുൾ അതോറിറ്റിക്ക് ഫുൾ റൈറ്റ് ഉണ്ട്. ലൈക്ക് എന്തിലും സെർച്ച് ചെയ്യാനും പിന്നെ ഫോഴ്സ്ഫുള്ളി സാധനങ്ങൾ എടുക്കാനും ഡയറക്റ്റ് ജനറലിന് അതോറിറ്റീസിന് കംപ്ലീറ്റ് റൈറ്റ് ഉണ്ട്. ഇവർക്ക് ഉള്ളി ഈ റെയ്ഡ് നടക്കാൻ പറ്റുക, ഇൻകം ടാക്സ് റെയ്ഡ് ചെയ്യാൻ പറ്റുക ഉള്ളി വെൻ ദർ ഇസ് എ വാറൻറ്റ്. ഇവരിൽ ഒഫീഷ്യലായ ഒരു അതോറിറ്റൈസേഷൻ വാറൻറ്റ് ഉണ്ടായിരിക്കണം. അതൊരു പ്രിസ്ക്രൈബ്ഡ് ഫോമിലായിരിക്കണം. എന്നാൽ മാത്രമാണ് ഇവർക്ക് ഇൻകം ടാക്സ് റെയ്ഡ് ചെയ്യാൻ പറ്റുള്ളൂ ഏതൊരു സ്ഥലത്തും. അപ്പോൾ അതൊരു പ്രിസ്ക്രൈബ്ഡ് ഫോമിലേക്കും ആൻഡ് without specifying person in respect who had been issued. ഇനി the authorized officer are empowered to ഇപ്പോൾ ഈ ഓഫീസേഴ്സിന് ഹാവ് ഫുൾ റൈറ്റ് to enter and search any building, places, vessels, vehicles where he has been reason to be suspect any valuable articles are kept. അയാൾക്ക് ഇൻകം ടാക്സ് ഓഫീസേഴ്സിന് ഏത് സ്ഥലത്തും പോയിട്ട് അയാൾക്ക് ഏതൊക്കെ സ്ഥലത്ത് സസ്പീഷൻ ഉണ്ട്, ഏത് ബിൽഡിങ്ങിലും പ്ലേസസിലും പോയിട്ട് അയാൾക്ക് കംപ്ലീറ്റ് ആയി ചെക്ക് ചെയ്യാൻ പറ്റും. പിന്നെ മേക്ക് എ നോട്ട് ഓൺ സച്ച് ഐറ്റംസ്. അയാൾ ഫൗണ്ട് ചെയ്ത എല്ലാ സാധനത്തിനും ഒരു നോട്ടായിരിക്കണം. പിന്നെ എൻ്റർ ആൻഡ് പിന്നെ അയാൾക്ക് ഡോഴ്സ് ഓപ്പൺ ചെയ്യാൻ പറ്റും, ലോക്കർ ബിക്കോസ് അവർക്ക് അത്രയും പവറാണുള്ളത്. ദേ ക്യാൻ ഫോർ ദ റെയ്ഡ് ചെയ്യുമ്പോൾ ഏതൊരു ഭാഗത്തും അവർക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. എന്തൊക്കെ അവർക്ക് സസ്പീഷൻ തോന്നുന്നുണ്ട് ആ ഭാഗം എല്ലാം അവർക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ദേ ഹാവ് കംപ്ലീറ്റ് റൈറ്റ്. ഈ ഇൻകം ടാക്സ് അതോറിറ്റീസിന് കംപ്ലീറ്റ് റൈറ്റ് ഉണ്ട്. ഇനി third point, power to request of book of account etc. Where the director general find the book account that have been custody by an officer under any other law, then he may authorize the authority to deliver such item in his custody. അപ്പോൾ ഇനി തേർഡ് പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ ടു റിക്വസ്റ്റ് ഓഫ് ബുക്ക് ഓഫ് അക്കൗണ്ട് where the
whether director general or the chief minister, ഇവർ ചീഫ് മിനിസ്റ്റർ ഫൈൻഡ് ചെയ്യണ ഒരു ബുക്ക് ഓഫ് അക്കൗണ്ട് ഓർ എ ഡോക്യുമെൻറ്റ് ദാറ്റ് ഹാസ് ബീൻ കസ്റ്റഡിയിൽ വേറൊരു ഓഫീസറിൻ്റെ കയ്യിലാണെങ്കിൽ ദെൻ ഹീ മേ അതോറിറ്റി ടു ഡെലിവർ സച്ച് ഐറ്റം ഇൻ ഹിസ് കസ്റ്റഡി. അപ്പോൾ ഇയാൾക്ക് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റും വേറൊരു ഓഫീസറിൻ്റെ അടുത്ത് അത് തിരിച്ചു കൊടുക്കാൻ വേണ്ടി. ആ കസ്റ്റഡിയിൽ നിന്ന് ഇവർക്ക് ഈ അതോറിറ്റി ഇൻകം ടാക്സ് ഉള്ള ആരുടെയിൽക്കാണ് ആവശ്യം ആ ഓഫീസറിൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റും ഈ ഡോക്യുമെൻ്റ് തിരിച്ചു തരാൻ. അപ്പോൾ അതിനുള്ള പവർ ഉണ്ട്. ഇനി പവർ ടു കോൾ ഫോർ ഇൻഫോർമേഷൻ. The officer, the joint commissioner for the purpose of act, require any firm to furnish a return of name and the address of partners of the firm and their respective shares. Require any HUF എന്ന് വെച്ചാൽ ഹിന്ദു undivided family to furnish the return of names and address of manager and the members of the family. Require any person to furnish information as will be useful for enquiry under this act. അപ്പോൾ ഇനി ഇതിൽ പറയുന്നു കഴിഞ്ഞാൽ ദി ഹാവ് പവർ ടു കോൾ ഫോർ ഇൻഫോർമേഷൻ. ഇൻഫോർമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അസസിങ് ഓഫീസറിനോ അല്ലെങ്കിൽ ഇത് ജോയിൻറ്റ് കമ്മീഷണറിനോ അല്ലെങ്കിൽ ഫോർ അപ്പീൽ പേർപ്പസിന് വേണ്ടി ഇവർക്ക് ഫോളോയിങ് പോയിൻറ്റ്സ് അതേ റിക്വയർ എനി ഫോം ടു ഫർണിഷ് റിട്ടേൺ ഓഫ് നെയിം. അപ്പോൾ ഇതിൽ നിന്ന് ഈ പോയിന്റിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ എല്ലാ ഫോംസും ദേ ആർ സപ്പോസ് ടു റിട്ടേൺ ദെയർ നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ പാർട്ട്ണറിൻ്റെ അഡ്രസ്സ് ഓഫ് ദ ഫേം ആൻഡ് എത്ര ഷെയർസ് ഒരു കമ്പനിയിൽ ഏൺ ചെയ്യുന്ന എത്ര ഷെയർസ് എത്ര മെമ്പേഴ്സ് ഓൺ ചെയ്യുന്നുണ്ട് അതിൻ്റെ എല്ലാം ഡീറ്റെയിൽസും ഇൻകം ടാക്സിന് കൊടുത്തിരിക്കണം ഓഫീസേഴ്സിന്. പിന്നെ റിക്വയർ എനി ഹിന്ദു അൺഡിവൈഡ് ഫാമിലി ടു ഫർണിഷ് ദ റിട്ടേൺ ഓഫ് നെയിംസ് സെയിം ഫോർ ആൻഡ് അഡ്രസ് ഓഫ് മാനേജർ ആൻഡ് ദ മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലി. ഫസ്റ്റ് പോയിന്റിൽ പറഞ്ഞ പോലെ ഇപ്പം ഹിന്ദു അൺഡിവൈഡ് ഫാമിലി ബിസിനസ്സിലാണെങ്കിലും അതെ അവരെ നെയിമും പിന്നെ അഡ്രസ്സ് ഓഫ് ദ മാനേജർ ആൻഡ് ദ മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലി എത്ര മെമ്പേഴ്സ് ഉണ്ട് എല്ലാവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഇൻകം ടാക്സ് അതോറിറ്റീൻ്റെ അടുത്ത് പറയണം, എല്ലാം ഇൻഫോർമേഷനും. ഇനി തേർഡ് പോയിന്റ് എന്ന് പറയുമ്പോൾ റിക്വയർ എനി പേഴ്സൺ ടു ഫർണിഷ് ഇൻഫോർമേഷൻ ആസ് വിൽ ബി യൂസ്ഫുൾ ഫോർ എനി എൻക്വയറി അണ്ടർ ദിസ് ആക്ട്. അപ്പോൾ ഈ തേർഡ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം human who is going to conduct a business or anything, you have to give full information to income tax for useful for future enquiryക്ക് വേണ്ടി എല്ലാം ഇൻഫോർമേഷൻ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇൻകം ടാക്സ് അതോറിറ്റിക്ക് എല്ലാം പബ്ലിഷ് ചെയ്തിരിക്കണം. ഇനി പവർ ഓഫ് സർവേ. അപ്പോൾ ഇതിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോയിന്റിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എനി ഇൻകം ടാക്സ് അതോറിറ്റി കമ്മീഷണർ ഡയറക്ടർ ഡെപ്യൂട്ടി ഡയറക്ടർ അസിസ്റ്റൻറ്റ് ഡയറക്ടർ or assessing officer is empowered to make survey for the purpose of this act, to discover new SSC, to gather information useful for purpose of assessment. അപ്പോൾ ഇതിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് പവർ ഓഫ് സർവേ, ഇവർക്ക് ഏത് സമയത്തും സർവേ നടക്കാൻ പറ്റും. അവർക്ക് ഏത് സമയത്തും ചെക്ക് ചെയ്യാൻ പറ്റും. അത് ചെയ്യാൻ പറ്റണത് ഇൻകം ടാക്സ് അതോറിറ്റീസിലുള്ള ഡയറക്ടേഴ്സ് കമ്മീഷണർ they have full right for certain ഈ സർവേ നടക്കാൻ. ആൻഡ് ദ ഫോളോയിങ് അത് ഒബ്ജക്റ്റീവ്സ് ആണ്. എന്തൊക്കെ കാരണം കൊണ്ടാണ് ഇൻകം ടാക്സിൽ സർവേ നടക്കുക? ടു ഡിസ്കവർ ന്യൂ SSC, ഒരു പുതിയ SSCനെ കണ്ടുപിടിക്കാൻ. പിന്നെ അല്ലെങ്കിൽ ഗ്യാദർ ഇൻഫോർമേഷൻ യൂസ്ഫുൾ ഫോർ ദ പേർപ്പസ് ഓഫ് അസസ്മെൻറ്റിന് വേണ്ടി ഇൻഫോർമേഷൻ കണ്ടുപിടിക്കാൻ, ഒരു അസസ്മെൻറ്റിന് വേണ്ടി ആ പേർപ്പസിന് വേണ്ടി നമ്മൾ ഇൻഫോർമേഷൻസ് നമുക്ക് പാസ്റ്റ് ഹിസ്റ്ററി മുമ്പുള്ള ഇൻഫോർമേഷൻസും ഇൻഫോർമേഷൻസ് കിട്ടാൻ വേണ്ടി നമുക്ക് അസസ്മെൻറ്റിന് വേണ്ടി നമുക്ക് സർവേ നടത്താൻ പറ്റും. പിന്നെ ടു വെരിഫൈ ടാക്സ് ഹാസ് ബീൻ collected at the source of accordance with the provisions of act. ടാക്സിന് വേണ്ടിയാണെങ്കിലും ടാക്സ് കളക്ട് ചെയ്ത സോഴ്സ് പ്രൊവിഷൻസ് ഓഫ് ആക്ടിന് വേണ്ടിയാണെങ്കിലും നമുക്ക് സർവേ നടക്കാൻ പറ്റും. ഓക്കെ. ഇനി സിക്സ്ത് പോയിന്റ്, പവർ ടു കളർ സർട്ടെയിൻ ഇൻഫോർമേഷൻ.
ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ ടു സർട്ടീൻ കളക്ട് സർട്ടീൻ ഇൻഫോർമേഷൻ ആൻഡ് ഇൻകം ടാക്സ് അതോറിറ്റി ഫോർ ദ പേർപ്പസ് ഓഫ് കളക്ടിങ് എനി ഇൻഫോർമേഷൻ മേ എൻ്റർ എനി പ്ലേസ് വിത്ത് ദ ലിമിറ്റ് ഓഫ് ദ ഏരിയ അസൈൻ ടു ഹിം. അപ്പോൾ ഇൻകം ടാക്സ് അതോറിറ്റിക്ക് ഫുൾ റൈറ്റ് ഉണ്ട് ടു കളക്ട് ഇൻഫോർമേഷൻ. അവർക്ക് കംപ്ലീറ്റ് റൈറ്റ് ഉണ്ട് ഇൻഫോർമേഷൻ എടുക്കാൻ. മേ എൻ്റെ എനി പ്ലേസ്, അവർക്ക് ഏത് സ്ഥലത്തും പോയി അന്വേഷിക്കാൻ പറ്റും വിത്തിൻ ദി ലിമിറ്റ്സ് ഓഫ് ദി ഏരിയ അസൈൻഡ് ഹിം. അവർക്ക് പറഞ്ഞ സ്ഥലത്തിൻ്റെ, അവർക്ക് കൊടുത്തിട്ടുള്ള അതോറിറ്റീസിന് എത്ര ഇന്ന സ്ഥലം മാത്രം ചെക്ക് ചെയ്യാൻ പാടുള്ളൂ, ആ സ്ഥലം മുഴുവൻ ആ ഇതുവരെ അവർക്ക് ഫുള്ളായി കംപ്ലീറ്റ് റൈറ്റ് ഉണ്ട്, പവർ ഉണ്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി. ടു ഇൻഫോർമേഷൻ കിട്ടാൻ വേണ്ടി അവർക്ക് കംപ്ലീറ്റ് പവർ ഉണ്ട്. ഇനി സെവൻത്ത് പോയിന്റ്, പവർ ടു ഇൻസ്പെക്ട് രജിസ്റ്റേഴ്സ് ഓഫ് ദ കമ്പനി. ദ അസസിംഗ് ഓഫീസർ, ദ ജോയിൻറ്റ് കമ്മീഷണർ ഇസ് എംപവർഡ് ടു ഇൻസ്പെക്ട് ദ രജിസ്റ്റർ ഓഫ് ദ കമ്പനി. ഇതിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ അസസിംഗ് ഓഫീസർ ഹാവ് കംപ്ലീറ്റ് റൈറ്റ് ആൻഡ് പവർ ടു ഇൻസ്പെക്ട് ദ രജിസ്റ്റേഴ്സ് ഓഫ് കമ്പനി. കമ്പനീൻ്റെ രജിസ്റ്റേഴ്സ് ഇൻസ്പെക്ട് ചെയ്യാൻ കംപ്ലീറ്റ് റൈറ്റ് ഉണ്ട് ആൻഡ് അതോറിറ്റി ഉണ്ട് ദ അസസിംഗ് ഓഫീസറിനും ജോയിൻറ്റ് കമ്മീഷണറും. ഇനി എയ്ത്ത് വൺ, to approve withholding of refund in certain cases where any proceeding is pending against the assessee and the assessing officer is of option that the refund may adversely affect the revenue, the chief commissioner may authorize the assessing officer to withhold the refund. അപ്പോൾ ഇതിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് വല്ല എന്താ പറയുക വല്ല കേസ്, ഇത് എന്ത് കേസിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ല റീഫണ്ട് ഹോൾഡ് ചെയ്യാനുള്ള കേസസിൽ വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് വല്ല എന്തെങ്കിലും പെൻഡിങ് ആയിട്ടുള്ള എസ് എസ് സിക്ക് വല്ല നമ്മൾ റീഫണ്ട് ചെയ്യാനുള്ള സമയത്ത് കേസിൽ ദ അസസിംഗ് ഓഫീസർ is of an option that the grant of the refund may adversely affect the revenue. അപ്പോൾ ഇത് അയാൾക്ക് കംപ്ലീറ്റ് ആയി എഫക്റ്റ് ആക്കും. ആൻഡ് ദ ചീഫ് കമ്മീഷണർ മേ അതോറിറ്റൈസ് ദ അസസിംഗ് ഓഫീസർ ടു വിത്ത് ഹോൾഡ്. അപ്പോൾ ദ ചീഫ് കമ്മീഷണർ മേ ഹാവ് കമ്മീഷണർ കംപ്ലീറ്റ് മേ ഹാവ് അതോറിറ്റൈസ് ദ അസസിംഗ് ഓഫീസർ ടു വിത്ത് ഹോൾഡ്. അയാൾക്ക് അസസിംഗ് ഓഫീസറിന് കംപ്ലീറ്റ് വിത്ത് ഹോൾഡ് ചെയ്യാൻ പറ്റും, റീഫണ്ട് ചെയ്യാൻ പറ്റും, വിത്ത് ഹോൾഡ് ടു റീഫണ്ട്. ഇനി സെറ്റ് ഓഫ് റീഫണ്ട് അഗൈൻസ്റ്റ് ഏരിയേഴ്സ് ഓഫ് ടാക്സ്. അടക്കാണ്ടിരിക്കാൻ റീഫണ്ട് ചെയ്യണ പൈസ ഏതിലും എസ് എസ് സിക്ക് അയാൾ ടാക്സിന് എന്തെങ്കിലും ഏരിയേഴ്സ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതാണ് ഈ പോയിന്റിൽ പറയണം. The chief commissioner is empowered to set off the amount of refund against the arrears of tax due from such person. അപ്പോൾ ഈ പോയിന്റിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ചീഫ് കമ്മീഷണർ ഹാസ് ഫുൾ റൈറ്റ് ടു സെറ്റ് ഓഫ് ചെയ്യാൻ, എമൗണ്ട് ഫുൾ സെറ്റ് ഓഫ് ചെയ്യാൻ അരിയർ ഓർ ടാക്സ് ഡ്യൂ ഫ്രം സച്ച് പേഴ്സൺ. ആരിലും റീഫണ്ട് അഗൈൻസ്റ്റ് അരിയേഴ്സ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് നിന്ന് അയാൾക്ക് കംപ്ലീറ്റ് സെറ്റ് ഓഫ് ചെയ്യാൻ റൈറ്റ് ഉണ്ട്. ഇനി ടു റിവൈസ് എനി ഓർഡർ പാസ് ബൈ അസസിംഗ് ഓഫീസർ, the commissioner may revise any order passed by the assessing officer with prejudicial to the interest of revenue. ഇതിൽ നിന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ പോയിന്റിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കമ്മീഷണർ മേ റിവൈസ് എനി ഓർഡർ passed by assessing officer which is prejudicial to the interest of revenue. അപ്പോൾ ഈ പോയിന്റിൽ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അസസിംഗ് ഓഫീസറിന് കമ്മീഷണറിന് കംപ്ലീറ്റ് അയാൾക്ക് റിവൈസ് ചെയ്യാൻ പറ്റും ഓർഡർ പാസ് ചെയ്ത് അസസിംഗ് ഓഫീസർ പാസ് ചെയ്ത ഓർഡർ അയാൾക്ക് കംപ്ലീറ്റ് ആയി റിവൈസ് ചെയ്യാൻ പറ്റും വിച്ച് ഇസ് പ്രീ ജുഡീഷ്യൽ ടു ദി ഇൻട്രസ്റ്റ് ഓഫ് റവന്യൂ. ഇനി 11th point, disposal of appeal. In disposing of appealing, the commission has following powers. He may confirm, reduce or enhance assessment. He may confirm or reduce the penalty imposed. He may pass such as an orders in appeal as he thinks fits. അപ്പോൾ ഇതിൽ നിന്ന് പറയുമ്പോൾ ഡിസ്പോസ് ചെയ്യുക, അപ്പീലുകളെല്ലാം ഡിസ്പോസ് ചെയ്യുക,
അപ്പോൾ ഇതാണ് 3 പോയിന്റ്സ് ആണ്. ഫോളോയിങ് ആർ ദ പവേഴ്സ്. വേണമെങ്കിൽ ഹീ മേ കൺഫേം, അയാൾക്ക് വേണമെങ്കിൽ അയാൾ ചിലപ്പോൾ കൺഫേം ചെയ്യും, അല്ലെങ്കിൽ അയാൾ റെഡ്യൂസ് ചെയ്യും ദ അസസ്മെൻറ്റ്. അല്ലെങ്കിൽ രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത് ഹീ മേ കൺഫേം, അയാൾ ചിലപ്പോൾ കൺഫേം ചെയ്യും, അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യും, പെനാൽറ്റി കൊടുത്തത് എമൗണ്ട് കുറച്ച് കുറക്കും. ഇനി മൂന്നാമത്തെ പോയിന്റിൽ പറയുമ്പോൾ ഹി മീസ് പാസ് സച്ച് എൻ ഓർഡർ ഇൻ അപ്പീൽസ്, അയാൾ ഒരു ഓർഡർ പാസ് ചെയ്യും ആസ് ഹീ തിങ്സ് ഫിറ്റ്. അയാൾ ലൈക്ക് അയാൾക്ക് ഇഷ്ടമുള്ള പോലെ, ഇഫ് ഹീ തിങ്സ് ദാറ്റ് ഇറ്റ് ഈസ് കറക്റ്റ് ആണെങ്കിൽ അത് പ്രശ്നമില്ലെങ്കിൽ അയാൾ ഒരു ഓർഡർ പാസ് ചെയ്യും. അതാണ് ഇതിൽ പറയണത്. അപ്പോൾ ഇതാണ് 3 പവേഴ്സ്. ഇനി ലാസ്റ്റ് പോയിന്റ്, ഇമ്പോസിഷൻ ഓഫ് പെനാൽറ്റി. ദ കമ്മീഷണർ മേ ഇമ്പോസ് പെനാൽറ്റി ഫോർ നോട്ട് പ്രൊഡ്യൂസിങ് ദ ബുക്ക് ഓഫ് അക്കൗണ്ട് ഓർ അതർ ഡോക്യുമെൻറ്റ്. അപ്പോൾ കമ്മീഷണർ പെനാൽറ്റി അവർക്ക് കംപ്ലീറ്റ് റൈറ്റ് പെനാൽറ്റി ഉണ്ട് ഇഫ് ബുക്സ് ഓഫ് അക്കൗണ്ട് പ്രൊഡ്യൂസ് ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ അതർ ഡോക്യുമെൻറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തില്ലെങ്കിൽ ഒബ്വിയസ്ലി കമ്മീഷണർ എന്തായാലും പെനാൽറ്റി പ്രൊസീഡ് ചെയ്യും. ഓക്കെ, സോ ദർ ആർ 12 പോയിന്റ്സ്. I've told there were 12 points. സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസിൻ്റെ 12 പവേഴ്സാണ്, നമ്മളെ ടാക്സ് അതോറിറ്റീസിൻ്റെ പവേഴ്സാണ്. ഇനി അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ്. ഇത് under the scheme, the assessee is required to pay tax on current income by installment during the final year itself. ഇതിൽ നിന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ദ എസ് എസ് സി ഈസ് റിക്വയർഡ് ടു പേ ടാക്സ് ഓൺ കറൻറ്റ് ഇൻകം ഓൺ ദി ഇൻസ്റ്റാൾമെൻറ്റ് ഡ്യൂറിങ് ദി ഫിനാൻഷ്യൽ ഇയർ ഇറ്റ് സെൽഫ്. ഫിനാൻഷ്യൽ ഇയർ ഉള്ള സമയത്ത് തന്നെ അയാളെ കറൻറ്റ് ഇൻകം അയാൾ പേ ചെയ്തിരിക്കണം, ടാക്സ് പേ ചെയ്തിരിക്കണം. ഇതിന് പറയണ പേര്, ഇതിന് ഓൾസോ ദി പേ സേസ് ഓൾസോ നോൺ ആസ് പേ ആസ് യു ഏൺ. അപ്പോൾ ഫിനാൻഷ്യൽ ഇയറിൽ അയാൾ എന്തൊക്കെ ഏൺ ചെയ്തിട്ടുണ്ട് കറൻറ്റ് ഫിനാൻഷ്യൽ ഇയറിൽ, അപ്പോൾ അതിന് കൂടെ അയാൾ ടാക്സും പേ ചെയ്തിരിക്കണം. ഇതിൻ്റെ എമൗണ്ട് എന്ന് പറയുമ്പോൾ ഡ്യൂറിങ് ദി ഇയർ 10,000 ആയിരിക്കും, അല്ലെങ്കിൽ മോർ ദാൻ 10,000 ആയിരിക്കും. ഇനി കമ്പ്യൂട്ടേഷൻ ഓഫ് അഡ്വാൻസ് ടാക്സ്. കമ്പ്യൂട്ടേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാൽക്കുലേഷൻ ഓഫ് അഡ്വാൻസ് ടാക്സ് ആണ്. ആൻഡ് എസ് എസ് സി ഈസ് റിക്വയർഡ് ടു എസ്റ്റിമേറ്റ് ദ കറൻറ്റ് ഇയർ ഇൻകം ഓഫ് റെലവൻറ്റ് ഫിനാൻഷ്യൽ ഇയർ of which advance tax is payable. He may calculate tax on such income at the rate in enforce. അപ്പോൾ ഇതിൽ നിന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എസ് എസ് സി ഈസ് റിക്വയർഡ് ടു എസ്റ്റിമേറ്റ് ദ കറൻറ്റ് ഇയർ. അപ്പോൾ എസ് എസ് സി ഹാവ് ടു എസ്റ്റിമേറ്റ് കറൻറ്റ് ഇയറിലെ ഇൻകം, ദാറ്റ് ഇസ് ഫിനാൻഷ്യൽ ഇയറിൽ. അപ്പോൾ ഇയാൾ അഡ്വാൻസ് പേ ചെയ്യണം. ഹി മേ കാൽക്കുലേറ്റ് ദ ടാക്സ് ഓൺ സച്ച് ഇൻകം അറ്റ് ദ റേറ്റ് ഇൻ എൻഫോഴ്സ്. അപ്പോൾ അയാൾ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഒരു എസ് എസ് സി ഉണ്ടായിരിക്കണം കറണ്ട് ഇയറിൻ്റെ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇയാൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഹി മേ കാൽക്കുലേറ്റ് ദ ടാക്സ് ഓൺ സച്ച് ഇൻകം അറ്റ് ദ റേറ്റ് ഇൻ എൻഫോഴ്സ്, പറഞ്ഞ റേറ്റിലേക്കും. ആൻഡ് കുറച്ച് എന്താ എമൗണ്ട് റെഡ്യൂസ്ഡ് ആയിരിക്കും, വിച്ച് ഇസ് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. ആൻഡ് ദ ബാലൻസ് എമൗണ്ട് ഓഫ് ടാക്സ് ഓഫ് എമൗണ്ട് ഇസ് അഡ്വാൻസ് ടാക്സ് പേബിൾ ഡ്യൂറിങ് ദി ഫിനാൻഷ്യൽ ഇയർ. അപ്പോൾ ബാലൻസ് ആയിട്ടുള്ള ബാക്കി മാറ്റിയിട്ടുള്ള നമ്മൾ ടാക്സ് ഡിഡക്റ്റഡ് സോഴ്സ് നമ്മൾ അത് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ബാലൻസ് എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ അക്കൗണ്ടിലേക്ക് അത് ക്രെഡിറ്റഡ് ആവും. ആൻഡ് ഇറ്റ് ഷുഡ് ബി പെയ്ഡ് ഇൻ ഇൻസ്റ്റാൾമെൻറ്റ്. ദ ബാലൻസ് എമൗണ്ട് ഓഫ് ടാക്സ് ഇസ് എമൗണ്ട് ഓഫ് അഡ്വാൻസ് ടാക്സ് പേബിൾ ഡ്യൂറിങ്. അപ്പോൾ ആ മാറ്റി വെച്ച പൈസ എമൗണ്ട് നമ്മളെ അക്കൗണ്ടിലേക്ക് ഫിനാൻഷ്യൽ ഇയറിലേക്ക് നമ്മൾ ഫിനാൻഷ്യൽ ഇയറിൽ നേരത്തെ പറഞ്ഞ പോലെ അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സിലേക്ക് പോവും. ആൻഡ് ഇറ്റ് ഷുഡ് ബി പെയ്ഡ് ഇൻ ഇൻസ്റ്റാൾമെൻറ്റ് വഴിയായിരിക്കണം. ഇനി ഇൻസ്റ്റാൾമെൻറ്റ് ഓഫ് അഡ്വാൻസ് ടാക്സ്. അപ്പോൾ ഇത് ഈ ടോപ്പിക്കിൽ പറയും അഡ്വാൻസ് ടാക്സ് ഷാൾ ബി പെയ്ഡ് ഇൻ ഇൻസ്റ്റാളിങ് ഡ്യൂറിങ് ദ ഫിനാൻഷ്യൽ ഇയർ ആസ് ഗിവൺ ബിലോ. ഡ്യൂറിങ് ഫിനാൻഷ്യൽ ഇയർ ടൈമിൽ തന്നെ ആയിരിക്കണം ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യാൻ. ദെർ ആർ 4 ഓൺ ഓർ ബിഫോർ 15 ജൂൺ നോട്ട് ലെസ് ദാൻ 50% ഓഫ് അഡ്വാൻസ് ടാക്സ്. അപ്പോൾ ഇതിൽ നിന്ന് പറയുമ്പോൾ 15th ഇരിക്കണം, അല്ലെങ്കിൽ ബിഫോർ 15th ജൂണിൽ ഷുഡ് ബി നോട്ട് ലെസ് ദാൻ 50% അഡ്വാൻസ് ടാക്സ്. ഇനി സെക്കൻഡ് വൺ സെയിങ് ഓൺ ഓർ ബിഫോർ 15th സെപ്റ്റംബർ. 15th സെപ്റ്റംബർ ആയിരിക്കണം, അല്ലെങ്കിൽ ബിഫോർ 15th സെപ്റ്റംബർ. 45%-നെക്കാട്ടി കുറവരുത് അഡ്വാൻസ് ടാക്സ്. ഇനി ഓൺ ഓർ ബിഫോർ 15th March, not less than 100% of advance tax.
അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഷുഡ് ബി ഒന്നില്ലെങ്കിൽ 15-നായിരിക്കണം അല്ലെങ്കിൽ 15-ന് മുമ്പേ ഇരിക്കണം. ഷുഡ് നോട്ട് ബി 100%-നെക്കാട്ടിയും കുറവാവരുത്. നാലാമത് ഓൺ ഓർ ബിഫോർ 15th December. 15-നായിരിക്കണം അല്ലെങ്കിൽ അതിന് മുമ്പേ ഇരിക്കണം. ആൻഡ് 75%-നെക്കാട്ടി കുറവാവരുത് അഡ്വാൻസ് ടാക്സ്. ഇനി SSC deemed to be in default. An SSC deemed to be in default in the following situation. അപ്പോൾ ഡിഫോൾട്ട് അയാൾക്ക് ഈ ഫോളോയിങ് സിറ്റുവേഷൻസിലേക്കും SSC when the SSC fail pay advance tax installment on due date. SSC ഫെയിൽ ചെയ്തിട്ടുണ്ടാവുക അഡ്വാൻസ് ടാക്സ് ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യുന്ന സമയത്ത് അയാൾ അറിയാണ്ട് ഒരു മാസം പേ ചെയ്യാണ്ട് അയാൾ ഫെയിൽ ആവുമ്പോഴാണ് അങ്ങനത്തെ അതാണ് ആദ്യത്തെ സിറ്റുവേഷൻ. രണ്ടാമത്തെ സിറ്റുവേഷൻ വെൻ ദ SSC ഡസ് നോട്ട് സെൻഡ് ദ എസ്റ്റിമേറ്റ് ഓഫ് ഹിസ് കറൻറ്റ് ഇൻകം. അയാളെ കറക്റ്റായിട്ടുള്ള ഇൻകമിൻ്റെ എമൗണ്ട് സെൻഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ രണ്ട് കേസസിലേക്കും SSCൻ്റെ എമൗണ്ട് ഫെയിൽ ആവുക, ടാക്സ് എമൗണ്ട് പേ ചെയ്യാൻ ഫെയിൽ ആവുക. ഇനി ക്രെഡിറ്റ് for advance tax. Any sum paid as advance tax shall be treated as a payment of tax, and credit shall be given to the SSC in the regular assessment. അപ്പോൾ ഇതിൽ നിന്ന് പറയുമ്പോൾ എനി സം പെയ്ഡ് ആസ് എൻ അഡ്വാൻസ് ടാക്സ് ഷോൾ ബി ട്രീറ്റഡ് ആസ് എ പേയ്മെൻറ്റ് ഓഫ് ടാക്സ്. ഏത് എമൗണ്ട് നമ്മൾ അഡ്വാൻസ് ടാക്സിൻ്റെ അടുത്ത് പേ ചെയ്യണമെങ്കിൽ അതൊരു ട്രീറ്റഡ് ആസ് എ പേയ്മെൻറ്റ് ഓഫ് ടാക്സ് ആണ്. ആൻഡ് അതിൻ്റെ ക്രെഡിറ്റ് വിൽ ബി ഗിവൺ ടു ദ ക്രെഡിറ്റിൻ്റെ ക്രെഡിറ്റ് എമൗണ്ട് വിൽ ബി ഗിവൺ ടു SSC ഇൻ ദ റെഗുലർ അസസ്മെൻറ്റ്. ഇനി ഇൻട്രസ്റ്റ് ഫോർ ഡിഫോൾട്ട് ഇൻ പേയ്മെൻറ്റ് ഓഫ് അഡ്വാൻസ് ടാക്സ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് SSC ഹാഡ് ഫെയിൽഡ് ടു പേ ഇൻ അഡ്വാൻസ് ടാക്സ് he may liable to pay simple interest 1% every month. അപ്പോൾ ഇതിൽ നിന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ SSC ഫെയിൽ ആവുകയാണ് അഡ്വാൻസ് ടാക്സ് പേ ചെയ്യാൻ, ദെൻ അയാൾ ലയബിൾ ആയിരിക്കും ടു പേ സിമ്പിൾ ഇൻട്രസ്റ്റ് ദാറ്റ് ഈസ് 1%. എല്ലാ മാസവും 1% ഇൻട്രസ്റ്റ് അയാൾ പേ ചെയ്തിരിക്കണം. ദാറ്റ്സ് ഓൾ. താങ്ക് യു.